കുറേ ദിവസമായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് തണ്ടി പോകണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കണ്. അങ്ങനെ ഒരു ദിവസം ഒഴിവിട്ടിയപ്പോൾ നേരെ സുബൈക്ക് തന്നെ നീച്ചാട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടോ ഞാനും എൻ്റെ ചങ്ങായും. പെട്രോൾ പമ്പ് കയറിയിട്ട് പെട്രോൾ നിറച്ചാട്ട് ഊട്ടിക്ക് വണ്ടി വിട്ടിട്ട് നമ്മൾ നേരെ പൗതിയേക്കലെത്തിയപ്പോൾ നമ്മൾ പിന്നെ നേരെ ഹോട്ടലിൽ കയറിയിട്ടോ ചായ അടിച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നേരം ഒരു 7 മണിക്ക് ആവാനായിട്ടുണ്ടായിട്ടോ. അവിടുന്ന് നല്ല സൂപ്പർ പൊറാട്ടയും പാൽ ചായയും പിന്നെ ചിക്കൻ്റെ ഗ്രേവിയും വാങ്ങിയാട്ട് ചായ അടിച്ചിട്ടോ. അങ്ങനെ അവ കടന്തി കെട്ടി വിട്ടാട്ട് നേരെ പിന്നെയും വണ്ടിമേ കയറിയിട്ട് വിട്ടിട്ടോ. ഇപ്പം നമ്മളുള്ളത് നാടുകാണി ചുരത്തുമലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചുരം കയ്യോളത്തും കിട്ടൂല കേട്ടോ, അതായത് തിന്നാനൊന്നും എത്തും കിട്ടൂലെന്ന് കേട്ടോ. ഇനിയിപ്പോൾ ചുരം കയ്യോളം തൊള്ളയുള്ള വെള്ളറക്കിയായിട്ട് ഇങ്ങനെ പോകേണ്ടി വരും കേട്ടോ. 7 മണി ആകുമ്പോഴത്തേന് ഞങ്ങൾ അവിടെ എത്തിട്ടോ. സൂര്യനൊക്കെ അങ്ങനെ ഉദിച്ച് വരുന്നുള്ളൂ കേട്ടോ. പെരുങ്കോടയാണ് മുന്നേക്ക് നോക്കുമ്പോഴൊക്കെ കാണുന്നത്. ചുരത്തുമേ കയറിയ പിന്നെ ഉച്ചക്കത്തെ വണ്ടികൾ പറലാട്ടോ. എങ്ങനെ ആയാലും ഒന്നെങ്കിലും കാണാതെ കേട്ടോ. എന്തായാലും നോക്കിയാണ് നിങ്ങൾ താഴത്ത് ഫുള്ള് മഞ്ഞ് പൊതച്ച് നിൽക്കണ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാടുകാണി ചുരം നമ്മൾ കഴിഞ്ഞിട്ടോ. ഇപ്പം നമ്മൾ നാടുകാണി കഴിഞ്ഞിട്ട് ഗൂഡല്ലൂർക്ക് അടുത്താനായിരുന്നു കേട്ടോ. സംഗതി നമ്മൾ പോണത് ഊട്ടിക്കാണെങ്കിൽ നമ്മളെല്ലാ ബജ്ജിക്കൂടി ഒന്ന് പോയി നോക്കൂട്ടോ. അതായത് ആരും കയറാത്ത റൂട്ടിലൊക്കെ അങ്ങനെ പോലാട്ടോ ഞങ്ങളെ മെയിൻ പരിപാടി. അങ്ങനെ ഞങ്ങൾ നീലഗിരിത്തെ ഏതോ ഒരു ഇടുക്കിൽ കൂടെ പോയാട്ട് ഈ തോട്ടത്തിലെത്തിട്ടോ. ഇവിടെ ഒന്നും ഒരു ഒച്ചപ്പാടും ഇല്ല കേട്ടോ. ഇതൊക്കെ ആരതായി ഈ തോട്ടം മുഴുവനും. എന്തോ ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഒച്ചപ്പാടുമില്ല, നല്ല സ്വൈര്യമുള്ളൊരു സ്ഥലം കേട്ടോ. കിളികളെ ഒച്ച അങ്ങനത്തെ ഒച്ച മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആ തൊടുവിൽ കൂടെ ഇറങ്ങിയിട്ട് കുറേ നടന്നു നോക്കിയിട്ട് ആട്ടും കട്ടും ഒക്കെ തേയിലേൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കിളികളൊക്കെ ഒച്ച അങ്ങനെ കേൾക്കുന്നുണ്ട്, നല്ലത് ഐറ്റങ്ങളൊക്കെ കുറേ തിരഞ്ഞു നോക്കിയിട്ട് ഇതിൻ്റെ ഇടയിലൊന്നും കാണില്ല കേട്ടോ. ആ ജാതി കാടാണ് ഇതിൻ്റെ ഉള്ളിൽ. നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നുള്ളൂ കേട്ടോ. എപ്പോഴും ഫുള്ളായിട്ട് ഇങ്ങോട്ട് തെളിഞ്ഞില്ല കേട്ടോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചുമ്പേ നല്ല രസമുണ്ട് കേട്ടോ. ഇനി എവിടെയെങ്കിലും കക്കൂസോ അങ്ങനത്തെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. കുറേ നേരമായി ഇങ്ങനെ മുട്ടി നിൽക്കണേ. ആ പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് അവിടെ ഭയങ്കര ഭരിക്കല, എല്ലാവരും കാത്ത് കുത്തിരിക്കുക. അപ്പം ഞാൻ പിന്നെ അവിടെ നിൽക്കാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ള ഒരു ഉൾഗ്രാമത്തിൽ ഏതോ ഒരു കോവിലിൻ്റെ മുന്നിലെത്തിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സ്വഭാവമുള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള ഏതോ ഒരു ചായ പീടിയ കയറിയിട്ട് ചായയും കുടിച്ചായിട്ട് പിന്നെ കക്കൂസ് കോലും കഴിച്ചിട്ടോ. പിന്നെ വണ്ടി നേരെ വിട്ടിട്ടോ. നമ്മൾ പോണത് മസിനഗുഡി വഴി ഊട്ടിക്കൊന്നും അല്ല, മറ്റേ ബസ്സിലാട്ടോ നമ്മൾ പോണത്. മറ്റേ യൂക്കാലിപ്സും പൈൻ ഫോറസ്റ്റും ഒക്കെ ഉള്ള ബസ്സില്ലേ, അതാണ് കേട്ടോ ഒന്നുകൂടി ഇഷ്ടം. മറ്റേ ബസ്സിലും നമ്മൾ 5-6 പോയിന് കേട്ടോ. കുറച്ചായിട്ട് എത്തിയപ്പം തന്നെ നിറച്ച് ഭാഗമരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ റോട്ടിൻ്റെ അക്കത്ത്. അതിൻ്റെ ചോട്ടിലാണെങ്കിൽ കുറേ പുകളും ഉണ്ട് കേട്ടോ. ഇച്ചേക്ക് എവിടെ ഒരു പുക ഇരിഞ്ഞിക്കണ കണ്ടാൽ അതിൻ്റെ താഴത്തൊക്കെ നമ്മൾ മലയാളികൾ തന്നെ ഇച്ചേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുത്തിരിക്കുക. അങ്ങനെ ഞാനും ഇറങ്ങിയിട്ട് അതിൻ്റെ ഇടയിലൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെയും വണ്ടി വിട്ടിട്ടോ നേരെ. പിന്നെ പോയി നമ്മൾ മറ്റേ യൂക്കാലിപ്സിൻ്റെ ഇടയിലെത്തിട്ടോ. ഇതൊക്കെ ആര് കുഴിച്ചിട്ടതായിരിക്കില്ല എന്നെയാൾ. എത്രയേ മരങ്ങളച്ചേക്ക് ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കണത് ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ. അതാണെങ്കിൽ ഭയങ്കര നീളം, ലോകത്തെ ഏറ്റവും നീളം കൂടിയ മരം തോന്നുന്നുണ്ട് കേട്ടോ യൂക്കാലിപ്സ്. അല്ലല്ലേ സെക്കോയ മരാണല്ലേ ചോർമ്മ. ഇതിൻ്റെ തോലാണോ ഇലയാണോന്നൊന്നും അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിലെത്തുമ്പോൾ ഏതായിട്ട് ഒരു പ്രത്യേക തരം മണമാണ് കേട്ടോ. ഇച്ചാ മണം ഇഷ്ടമാണ്, ചിലർക്കൊന്നും ആ മണം ഇഷ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് 2-3 ഫോട്ടോ എടുത്തിട്ടോ. പിന്നെ നമ്മൾ പോണത് കാര്യമായിട്ട് അതിനാണല്ലോ, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. അങ്ങനെ വണ്ടി പിന്നെ നേരെ ഏതോ ഒരു ചായ പീടിയൻ്റെ മുന്നിലെത്തിട്ടോ. നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി വെക്കിയതേന് കേട്ടോ. എന്തോ രസമുണ്ടായിട്ട് നോക്കിയാണ് ആ തേയിലത്തോട്ടം അങ്ങനെ നിറവൊക്കെ വിരിഞ്ഞ് നിൽക്കണ് ആ മലൻ്റെ നിറവിൽ. അതേപോലെ ആകാശത്ത് നോക്കിയാണ് മേഘങ്ങൾ. ആ തേയിലത്തോട്ടത്തിന് ഒപ്പിച്ചാട്ട് അതിനനുസരിച്ചുള്ള മേഘങ്ങൾ കേട്ടോ. അവിടെ പോയായിട്ട് വലിയ കോളിൽ ചായ ഓർഡർ ചെയ്തിട്ടോ. പക്ഷേ അവിടെ ചായ ഇല്ലേനിയോലോ. നേരെ വണ്ടി വിട്ടിട്ടോ. പിന്നെയും കുറച്ചുകൂടി നിറവൊക്കെ എത്തിയപ്പോൾ അവിടെ വേറൊരു അടിപൊളി ചായ പീടിയ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുന്നിൽ തന്നെ ടീ കോഫി എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് പിന്നെ ധൈര്യമായിട്ട് ചായ പറയാമല്ലോ വിചാരിച്ചിട്ടോ. അങ്ങനെ ആ ചായൻ്റെ എല്ലാം കുടിച്ചുമ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടി ഇട്ടോ. അതിനെ കാണാൻ നല്ല ചൊറുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേത്ത് കുറച്ച് നേരം തൊട്ട് തലവടിയോടെ കുത്തിരുന്ന്. അതാണെങ്കിൽ നമ്മളെല്ലാം മാഞ്ഞാളം കൊഞ്ചലിലും നിന്നിരുന്ന ജാതി ഒരു പൂച്ച കേട്ടോ. അങ്ങനെ ചായയുടെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെരുപ്പിൻ്റെ അടിയിൽ ഒരു ഒട്ടലിട്ടോ. എത്താ അപ്പോൾ ഈ ഒട്ടൽ ചാർച്ച് നോക്കി നോക്കിയപ്പോൾ ആ കാലിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ചോര വരുന്നുണ്ട് കേട്ടോ ബെരലിൻ്റെ ഇടയിൽ നിന്ന്. എവിടുന്നാ അപ്പോൾ ഇത് കുത്തിയതാണോ കടിച്ചതാണോ എന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല കേട്ടോ. അങ്ങനെ വണ്ടിൻ്റെ ഉള്ളിലുണ്ടായതിന് വെള്ളം എടുത്തായിട്ട് നേരെ കഗ്ഗിട്ടോ. കാല് കഗ്ഗി കഴിഞ്ഞിട്ടും പിന്നെയും ബെരലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കിരിഞ്ഞിറങ്ങുക കേട്ടോ ചോര. ഞാൻ പിന്നെ വല്ല അട്ടറ്റ കടിച്ചേക്കാരം വിചാരിച്ചായിട്ട് വണ്ടി എടുത്തായിട്ട് പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ. അതാണെങ്കിൽ വേദനയും വരുത്തൊന്നും ഇല്ലാണ് കേട്ടോ. ഒരു ഒട്ടൽ ഇങ്ങനെ കണ്ടപ്പോൾ നോക്കിയതാട്ടോ. അപ്പം നോക്കുമ്പോൾ ചോര കഴിഞ്ഞിട്ടോ. അങ്ങനെ കുറേ പോയി നമ്മളിപ്പോൾ ഊട്ടിയിലെത്താനായാലും തോന്നുന്നുണ്ട് കേട്ടോ. കുറേ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കും, കുറേ അല്ലാത്ത ബജ്ജ് നോക്കും, അങ്ങനെയൊക്കെ പോകുക തന്നെ കേട്ടോ. അങ്ങനെ പോയി കുറച്ചെടുത്തപ്പോൾ എന്താ നിറച്ച് ക്യാരറ്റ് ഇങ്ങനെ ഒരു ചേച്ചി അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും ഉണ്ട്, മാങ്ങയുണ്ട്, പിന്നെ എത്തൊക്കെ കുറേ ഉപ്പിലിട്ടത് പച്ചക്കത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്തൊന്ന് ഇറങ്ങിട്ടോ. ക്യാരറ്റ് കണ്ടാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങൽ നിർബന്ധമാണല്ലോ ഊട്ടിക്ക് പോകുമ്പം.
ഊട്ടിത്തെ ക്യാരറ്റുകളൊക്കെ തിന്നില്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അവിടെ മറ്റേ കമ്പം ചുട്ടെടുക്കണം അതും ഉണ്ടായിരുന്നു കേട്ടോ. കമ്പം പിന്നെ പണ്ടേ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ അവിടെയുള്ള ചേച്ചിനോട് ഒരു ക്യാരറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ചേച്ചി ഒരു ക്യാരറ്റ് എടുത്തന്നെ. ഇതിപ്പോൾ തിന്നാനാണെന്ന് ചോദിച്ചായിട്ട് എടുത്തന്നതാട്ടോ. നല്ല ക്യാരറ്റ് കേട്ടോ, നല്ല പാടാത്ത ഫ്രഷ് ക്യാരറ്റ് ഇപ്പോൾ പറിച്ച മാതിരി ഉണ്ട് കേട്ടോ. ഇതിനാണെങ്കിൽ വളമൊന്നും ഇടൂലോ കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ഇതൊക്കെ പകുതി ബാടി കൊണ്ട് അയ്യരുട്ടുണ്ടാവുക. ഇവിടുത്താവുമ്പോൾ പാടാതെ അങ്ങനെ നല്ല നീച്ച് നിൽക്കണ ജാതി ക്യാരറ്റ് കേട്ടോ. അങ്ങനെ അവിടെയുള്ള ക്യാരറ്റിൻ്റെ കൊല എടുത്തായിട്ട് ഞാനൊരു ഫോട്ടോ എടുത്ത്. ക്യാരറ്റ് കണ്ടാൽ പിന്നെ നമ്മുടെ സ്വഭാവം മൊയലുകളെ മാതിരിയാവും കേട്ടോ. എവിടെയെങ്കിലും കണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഊട്ടിയിലത്തെ ക്യാരറ്റിന് പ്രത്യേകിച്ച് ഒരു രസമാണ്. ക്യാരറ്റ് എന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു കോൽമുട്ടായി വാങ്ങിയിട്ടോ. അങ്ങോട്ട് പിന്നെയും വണ്ടി നേരെ വിട്ട് പോയി കുറച്ചിടത്ത് ഇപ്പം നോക്കിയാണെങ്കിൽ ഒരു തോട്ടത്തിൻ്റെ നടുവിലൊരു പേരട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് തേയില തോട്ടമാണ്. അവിടെയാണെങ്കിൽ നിറച്ച ആൾക്കാരാട്ടോ. ആ തേയില തോട്ടത്തിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് മറ്റേ ജാതി ഡ്രസ്സൊക്കെ അല്ലേ തേയില പറിച്ചുമ്പടിന് അച്ചക്കത്തെ ജാതി ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരി നാട്ട് നിൽക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ഇടയിൽ ഫുള്ള് പിന്നെ തേയില പറിക്കാരെ തിരക്കാൻ കേട്ടോ. അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഓരോരുത്തരെ മോന്തമ്മലുള്ളൊരു പൊലിവ് ആ ഡ്രസ്സും ഇട്ടാട്ട് ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഇറങ്ങിയാട്ട് ആട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ടോ. ഏതായിട്ടും ഇതിലാട്ടൊക്കെ വന്നതല്ലേ വിചാരിച്ചിട്ട്. തേയില തോട്ടമാണെങ്കിൽ കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ പരന്ന് നിൽക്കുക കേട്ടോ. നമ്മളെ നാട്ടിൽ ചിലപ്പോൾ നെൽപ്പാടങ്ങളൊക്കെ ചേക്കുണ്ടായല്ലേ, അങ്ങനെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ വണ്ടി നേരെ വിട്ടത് പൈക്കര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കേട്ടോ. അതിൻ്റെ അടുത്ത് എത്തോ ഒരു ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരത്തൊക്കെ കുറേ ചാക്കാക്കി പോകുന്നുണ്ട് കേട്ടോ. ഇതവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആട്ടോ. അങ്ങോട്ട് നോക്കിയാണ് നമ്മളെ നാട്ടിലൊക്കെ ചേക്കത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ ഇച്ചറിയില്ല കേട്ടോ. ഞാൻ കണ്ടില്ല, നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിട്ടോ. അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ആൾക്കാരെ പെരും തിരക്ക് കിട്ടോ. തിക്കും തിരക്കും കൂടിയായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകാനാവില്ല വിചാരിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി നേരെ വിട്ടിട്ടോ. വണ്ടി പോയി പകുതിയേക്കലെത്തിയപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു കേട്ടോ. അവിടെയാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും കേട്ടോ ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത്. പിന്നെ നമ്മൾ നേരെ നമ്മളെ മൊട്ടമലൻ്റെ താഴത്തെത്തിട്ടോ. അതിൻ്റെ നിറവൊക്കൊന്നും കയറാനാവില്ല വിചാരിച്ചിട്ടോ അവിടുന്ന് വണ്ടി നേരെ വിട്ടേ. കുറച്ചിടത്തിപ്പോൾ ഒരു ചായപീടി കണ്ടപ്പോൾ അവിടെ ഇറങ്ങിട്ടോ. ചായ അടിച്ചാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഊട്ടിക്ക് പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു ഉള്ളിവടയും ചായ വാങ്ങി കുടിച്ചിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഉള്ളിവടൻ്റെ മാതിരിയൊന്നും അല്ല കേട്ടോ, വേറത്തെ ഒരു ടേസ്റ്റ് ആട്ടോ ഇതിന്. തണുപ്പൊക്കെ ഉണ്ടാവും വിചാരിച്ചാട്ട് കഴിഞ്ഞിട്ട് പോകുന്നത്. ഇനി അത് ഊട്ടിയിലെത്തി നോക്കിയപ്പോൾ ഇവിടെ പേരും പെയില, ചുട്ടത്തിന് ജാതി പെയില്, താഴെയൊക്കെ പൊള്ളണ്. നാട്ടിലത്തെ ഏരിയ തന്നെ. ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തെ മഴ മാറ്റി വയ്ക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നാട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് മറ്റേ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലെത്തിട്ടോ. പൈൻ ഫോറസ്റ്റിലൊന്ന് ഇറങ്ങി നോക്കാൻ വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ടോ. അതാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിക്കട് കയറുമ്പോൾ അവിടെ ഒരു തണുപ്പുണ്ട് കേട്ടോ. പുറത്തേക്കട് ഇറങ്ങിയാൽ പുറത്ത് ചൂട് തന്നെ കേട്ടോ. ഊട്ടി നമ്മൾ വിചാരിച്ച ഏരിയൊന്നും ഇല്ല കേട്ടോ. അപ്പം വലിയൊരു തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ പോയിനി അന്ന് ആ പൈൻ ഫോറസ്റ്റ് എന്നുള്ള ബോർഡിൻ്റെ അവിടെ എത്തി നോക്കിയപ്പോൾ അവിടെ പെരുന്തിക്കും തിരക്കും കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണവളുടെ അവിടെ നിന്ന് ഒഴിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പം ഞാനേതായിട്ട് ഒരു സെൽഫി മേലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ഫുള്ള് കുറേ കപ്പിൾസൊക്കെ കേട്ടോ ഫോട്ടോ എടുക്കണത്. നമ്മളും ഇൻഷാല്ല കപ്പിൾസൊക്കെ ആയിട്ട് ഒരു ദിവസം വന്ന് ഫോട്ടോ എടുത്ത് പോകണം. നമുക്കും ഇൻഷാല്ല ഒരു ദിവസം കപ്പിൾസൊക്കെ ആയി ഇങ്ങോട്ട് വരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ താഴത്തുനിന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുള്ള് കുതിര സവാരിയൊക്കെ കേട്ടോ. കറുപ്പും വെള്ളയും കാപ്പിയും ഒക്കെ ആയിട്ട് കുറേ കുതിരകളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ പോലത്തെ കുറേ കുതിരകളും കേട്ടോ അതിൻ്റെ നിറവ് കയറാൻ വേണ്ടിയിട്ട്. ഈ കുതിരനെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് നിന്നെടുത്തൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പക്ഷേ അതൊന്നും കാട്ടണമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ആദ്യമായി നമ്മളെ തോണ്ടിയിട്ട് വയ്ക്കുന്നു കേട്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ ഏറ്റവും താഴത്ത് വലിയൊരു തടാകം തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മലയാളികളും ബംഗാളികളും ആട്ടോ അധികം ഉള്ളത്. കുറേ ഫാമിലി ടൂറായിട്ട് വന്നവരും അല്ലാതെ ഒറ്റയ്ക്ക് വന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ വെള്ളക്കുതിരൻ്റെ അടുത്ത് പോയിട്ട് അതിനെ തൊട്ട് തലോടിയൊക്കെ നോക്കിയിട്ട് അത്രയും കാട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അത് കാട്ടണമൊന്നുമില്ല കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചാൽ തലങ്ങട് തിരിച്ചപ്പോൾ നമ്മളെ കുത്താൻ വേണ്ടിയിട്ട് ഏക്കുന്നു കേട്ടോ. പിന്നെ തലമ്പലം ഇങ്ങനെ തലോടിയിട്ടൊന്നും അത് കാട്ടില്ല കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ആരെങ്കിലും എവിടെയെങ്കിലും 2 ഫോട്ടോ നല്ല എടുക്കണ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അവിടെ അങ്ങോട്ട് എടുക്കാൻ ബോധ്യമായിട്ട് വരില്ലല്ലേ. അപ്പോഴത്തേന് പിന്നെ അതിൻ്റെ മുതലാളിയെ കണ്ടായിട്ട് ഈറ പിടിച്ചായിട്ട് വന്നിട്ടോ. മതി നിങ്ങൾ ഫോട്ടോ എടുത്ത് തരാനായിട്ട് ആ കുതിരനെ കെട്ടയച്ച് കൊണ്ടുപോയിട്ടോ. അതാണെങ്കിൽ എല്ലാത്തിനും നിന്നിരുന്ന ഒരു പാവം ജാതി കുതിരേനിട്ടോ. ഇതൊക്കെയാണ് ഏതോ ഒരു വയസ്സായ 2 കപ്പിൾസാണ്. കുറച്ച് പ്രായമാണെങ്കിലും ആയിട്ടൊക്കെ നല്ല ആസ്വദിച്ച് ജീവിക്കുന്നുണ്ട് കേട്ടോ. അല്ല നമ്മളെ മാതിരി ഇങ്ങനെ എപ്പോഴും ഒത്തുത്തിരിക്കല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നേരം പോക്കിട്ടോ. തിരിഞ്ഞും മറിഞ്ഞും കുത്തിരുന്നും കടന്നും ഒക്കെ. അപ്പോഴത്തേന് നേരെ ഉച്ചയായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് കയറി പോന്നിട്ടോ നെറൂക്ക് തന്നെ. പിന്നെ ഏതോ ഒരു പള്ളി കയറിയിട്ട് ളുഹർ നിസ്കരിച്ചിട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ കൂടെ കുറേ നല്ല രസമുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കജ്ജ് ടൈമെന്നൊക്കെ നമ്മൾ ഓരോ കൊമ്പൊടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് ഇപ്പോൾ നോക്കിയാണ് ഇതെത്താ അറിയില്ല കേട്ടോ. ഒരു കാറ്റാടിയൊക്കെ പോലത്തെ ഒരു ചെടി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൊമ്പ് 4-5 ഒടിച്ചായിട്ട് വണ്ടീൻ്റെ ഡിക്കിയിൽ എടുത്തിട്ടോ അങ്ങോട്ട് പോയി കുഴിച്ചിട്ടോ ഒക്കെ ഉണ്ടാവുമോ അല്ലേന്നൊന്നും അറിയില്ല കേട്ടോ.
ഇതവിടെ നോക്കിയാണ് നിങ്ങൾ ഊട്ടി കാണാൻ തന്നെ ഒരു പ്രത്യേക രസമല്ലേ. അവിടുത്തെ ആ ഭൂമി ഇങ്ങനെ പരന്ന് നിൽക്കുന്നതും തട്ടുതട്ടായിട്ടുള്ള കൃഷികളും തട്ടുതട്ടായിട്ടുള്ള പെരകളും ഒക്കെ കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയ പെരകളേക്കാരം കേട്ടോ. പെരല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ പോകുന്ന പിന്നെ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ. ഇത് കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണലുണ്ടായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ. ഇവിടേക്ക് പറയല് കെട്ടി എന്നാട്ടോ, കെട്ടി റെയിൽവേ സ്റ്റേഷൻ എന്നാട്ടോ അങ്ങോട്ട് പറയല്. അങ്ങനെ അതിലായിട്ട് തീവണ്ടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം ആട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നോക്കിട്ടോ. ഇവിടെ മറ്റേ വലിയ ബമ്പട്ടൻ ജാതി തീവണ്ടിയൊന്നും വരൂല കേട്ടോ. അതിലായിട്ട് ചെറിയ തീവണ്ടിയായിട്ട് വരുള്ളൂ. ആ കാട്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോണതും വരുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് ചങ്ങായിമാരുണ്ടായിരുന്നു കേട്ടോ. ഓല് ഞങ്ങളോട് അറിഞ്ഞ് കുറച്ചുകൂടി ആയിട്ട് നടന്നു നോക്കിയാണ് അവിടെ നല്ലൊരു അടിപൊളി തുരങ്കം ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ. അങ്ങനെ കുറച്ചവിടെ നടന്നു നോക്കിയപ്പോൾ നോക്കിയാണ് ഇന്നയാളെ അത്ഭുതം തന്നെ കേട്ടോ. പാറമട തുറന്നാട്ടുണ്ടാക്കിയാണ് വലിയൊരു മട തന്നെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ തീവണ്ടി പോകുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം നടന്നിട്ടോ. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് ആവലും കേട്ടോ. മഴക്കാലമൊക്കെ ആയാൽ ഇവിടെ ഫുള്ള് ഉറകൊട്ടലൊക്കെ ആയി വരും കേട്ടോ. ഇപ്പം തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ വെള്ളം ഒറ്റി വീണൊക്കെ ഉണ്ട്. ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡ് കൊത്തിവെച്ച കാണാൻ കേട്ടോ. അതിന്മേൽ 1907 അങ്ങനെ എത്രയോ ആണ് കേട്ടോ എഴുതി വെച്ചത്. ഏതായിട്ടും പോകുന്നതല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തീവണ്ടി വരുന്നതും കൂടി കാണാൻ ചർച്ചായിട്ട് കുറേ നേരം അവിടെ കാത്ത് കുത്തിരുന്നിട്ടോ. അപ്പോൾ തന്നെ നേരം വൈകുന്നേരം ആയിണ്ടായിട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ബോർഡ് 1906-7 വർഷത്തിൽ അത് ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ പാറമല കൊത്തിവെച്ചൊരു ബോർഡാട്ടോ. അതിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ അങ്ങനെ ഉറകൊട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ അതിലായിട്ടൊരു തീവണ്ടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരു മടൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പോ എത്തോന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഏരിയ അവിടെ ഇറങ്ങി പോവുകയും ചെയ്തിട്ടോ. അങ്ങനെ അത് കണ്ടാട്ടോ അവിടുന്ന് പോന്നിട്ടോ. അവിടുന്ന് പോകുന്ന കുറച്ചിടത്ത് ഇപ്പം നോക്കിയാണ് ഏതോ ഒരു ഓഫീസിൻ്റെ മുന്നിൽ നിറച്ച് പൂക്കൾ വിരിഞ്ഞിക്കണം കേട്ടോ. മറ്റേ കടലാസം പൂവ് അങ്ങോട്ട് പൊതിഞ്ഞ് നിൽക്കുക കേട്ടോ. ആ പെരൻ്റെ നിറവിൽ മുഴുവൻ അതന്നെ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടോ. സംഭവം കടലാസം പൂവൊക്കെ നമ്മളവിടെ ഉണ്ട്. 4 ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കില്ല കേട്ടോ. ഇതിങ്ങോട്ട് ഇടതോർന്നുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കണ്ണെറ്റൂലേക്കും അതും അറിയില്ല. എന്തായാലും മാഷാ അല്ലാ കണ്ണിന് നല്ല കുളിർമയേകണ കാഴ്ച തന്നെ കേട്ടോ ഇതൊക്കെ. പൂവും കായും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാറട്ടോ ഇത് രസമായിട്ട് തോന്നുക. എല്ലാവർക്കും അത് രസമായിട്ട് തോന്നിയോളണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇച്ചേതായിട്ട് ഉച്ചയ്ക്കത്തൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടി നേരെ വിട്ടത് ഏതോ ഒരു ചായ വീടിൻ്റെ മുന്നിക്കാട്ടോ. കുറച്ചിടത്ത് നല്ല പള്ളയ പൈപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു ചായയും ഉരുളക്കിഴങ്ങിൻ്റെ ഉച്ചയ്ക്കത്തെ ഒരു പപ്സും വാങ്ങി തിന്നിട്ടോ. നല്ല പള്ളയ പൈപ്പ് ഉള്ളതുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. 2-3 വാങ്ങി തിന്നേന് കേട്ടോ ഏതായിട്ടും. അത് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റും വാങ്ങി തിന്നിട്ടോ. ഉച്ചക്ക് ചോറൊന്നും ഇല്ലേന് കേട്ടോ. അതിൻ്റെ പള്ളയ പൈപ്പ് മുഴുവൻ വൈകുന്നേരത്തിനേക്ക് തീർക്കുക കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ അവിടുന്ന് പെടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ചായക്കൊക്കെ ഒന്നുകൂടി രസം കൂടുമല്ലോ. അങ്ങനെ അവിടെ നോക്കിയാണ് ആ ചായപ്പീടിൻ്റെ മുന്നിൽ ആരോ നിറച്ച് ചിത്രമൊക്കെ വരച്ചേന് കേട്ടോ. അവിടുത്തെ കുട്ടികൾ തന്നെ ആയി കേട്ടോ. ഈ 5 കൊണ്ടും 3 കൊണ്ടും ഒക്കെ വരക്കണ ആ നായൊക്കെ വെടിയുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ചൂറ്റായിട്ടോ. പിന്നെ അവിടുന്ന് നേരെ വിട്ടിട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തേക്ക്. അവിടെയുള്ള ആ മാർക്കറ്റിൽ നിന്ന് പെരയുള്ള കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും വാങ്ങിയിട്ട് നേരെ പോന്നിട്ടോ. പിന്നെ അവിടെയും പടിയൊന്നും നിർത്താൻ അധികം നിന്നില്ല കേട്ടോ. കുഴങ്ങുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വണ്ടി എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി റെസ്റ്റ് എടുക്കുന്നല്ലാതെ അധികം അവിടെ നിർത്താതെ നേരെ പോന്നിട്ടോ പെരേക്ക്. ഊട്ടിക്ക് പോയിട്ട് ഇപ്പോൾ ചെത്താ കണ്ട നെയ്ക്കാരട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചത് ഇതൊക്കെ തന്നെ കേട്ടോ കണ്ടത്. ഇതൊക്കെ രസമല്ലേ അങ്ങനെ പോയി പോരുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യട്ടോ.